ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FRK ടെക് PSC. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ 18ാമത്തെ സെഷനാണ്. ഇതിൽ 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, റിലേറ്റഡ് ഇൻഫോർമേഷൻസ് കൂടെ അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു സ്റ്റഡി സീരീസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 18ാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ 17 സെഷൻ കഴിഞ്ഞു, അതിൻ്റെ ഒരു വെൽഡറിൻ്റെ സ്റ്റഡി സീരീസിലാണ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് നോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഈസി ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്യൂൽ ഗ്യാസ് ഇസ് യൂസ്ഡ് ഫോർ കട്ടിങ് ഡീപ്പ് അണ്ടർ വാട്ടർ? ഡീപ്പ് അണ്ടർ വാട്ടറിൽ നമ്മൾ ഏത് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് കട്ടിങ് നടത്തുന്നത്? അസറ്റിലിൻ, ഹൈഡ്രജൻ, LPG, മീഥെയ്ൻ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഹൈഡ്രജനാണ്. നമ്മൾ ഹൈഡ്രജൻ ഫ്യൂൽ ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് അണ്ടർ വാട്ടറിൽ, ഡീപ്പ് അണ്ടർ വാട്ടറിലൊക്കെ കട്ടിങ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which type of fire extinguisher is used in a welding shop? Foam type extinguisher, dry powder extinguisher, CO2 extinguisher, halon extinguisher. നമ്മൾ വെൽഡിംഗ് ഷോപ്പിൽ സാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഏതാണ്? അത് CO2 എക്സ്റ്റിങ്ക്യൂഷറാണ്. ഓക്കെ, CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്റ്റിങ്ക്യൂഷറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇവിടെ ഒരു ഫിഗർ തന്നിട്ട് ഇങ്ങനെ ഇതിലാണ് നിൽക്കുക. CO2 നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓരോ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ മുകളിലും അത് ഏത് ടൈപ്പാണെന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ടാവും. ഫോം ആണെങ്കിൽ ഫോം, ഡ്രൈ പൗഡർ ആണ് ഡ്രൈ പൗഡർ. ഓരോ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷറിനും ഓരോ ടാർഗറ്റുകളുണ്ട്. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പേർപ്പസ് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. നമ്മൾ അതിലേക്കൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ നമ്മൾ വെൽഡിംഗ് ഷോപ്പിൽ യൂസ് ചെയ്യുന്നത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ CO2 ആണ്. അടുത്തത്, വാട്ട് ഷുഡ് നെവർ ബി യൂസ്ഡ് ഓൺ ഗ്യാസ് സിലിണ്ടേഴ്സ്, റെഗുലേറ്റേഴ്സ് ആൻഡ് ഹോൾസ്? ഗ്യാസ് സിലിണ്ടേഴ്സിലും റെഗുലേറ്റേഴ്സിലും ഹോൾസിലും ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? റഞ്ചസ്, ടെഫ്ലോൺ ടേപ്സ്, ലീക്ക് ഡിറ്റക്ടേഴ്സ്, ഓയിൽ. ഏതാണ്? ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ നമ്മൾ ബ്ലോ പൈപ്പിൽ ഹോൾസിലൊക്കെ ഓയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് വരും, അതുകൊണ്ട് അപകടങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളത് ഓയിൽ ഒരു കാരണവശാലും അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ്, ദ കറക്റ്റ് ഫ്ലെയിം ഫോർ പ്രീ ഹീറ്റിംഗ് ബിഫോർ കട്ടിംഗ് ഇസ് ഓക്സിഡൈസിങ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, സ്ലൈറ്റ്ലി കാർബറൈസിങ് ഫ്ലെയിം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിന് മുൻപേ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിം. ഓക്കെ, അവിടെ കട്ടിങ് നടക്കുന്നില്ല, കട്ടിങ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സുഖമായിട്ട് കിട്ടും. അതിന് വേണ്ടി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിം ഏതാണ്? ന്യൂട്രൽ ഫ്ലെയിമാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ഫ്ലെയിമിൽ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാർബറൈസിങ്ങോ അല്ലെങ്കിൽ ഓക്സിഡൈസിങ്ങോ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. അടുത്തത്, ദ കറക്റ്റ് കളേഴ്സ് ഫോർ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഹോസസ് ആർ റെഡ് ഫോർ ഓക്സിജൻ ആൻഡ് ബ്ലൂ ഫോർ അസറ്റിലിൻ, ബ്ലാക്ക് ഫോർ ഓക്സിജൻ ആൻഡ് റെഡ് ഫോർ അസറ്റിലിൻ, ബ്ലാക്ക് ഫോർ ഓക്സിജൻ ആൻഡ് മെറൂൺ ഫോർ അസറ്റിലിൻ, റെഡ് ഫോർ ഓക്സിജൻ ആൻഡ് മെറൂൺ ഫോർ അസറ്റിലിൻ. കളർ കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. കളർ കോഡ് എങ്ങനെയാണ് വരുന്നത്? ബ്ലാക്ക് ഫോർ ഓക്സിജൻ ആൻഡ് മെറൂൺ ഫോർ അസറ്റിലിൻ. ഇപ്പോൾ നമുക്ക് ഹോസാണ് ചോദിച്ചത്, സിലിണ്ടറിൻ്റെ കളറും ചോദിക്കും, അതും ഇത് തന്നെയാണ്. ഓക്കെ, ഹോസസിൻ്റെ കളർ തന്നെയാണ് നമുക്ക് സിലിണ്ടറിന് കൊടുക്കുന്നത്. അപ്പോൾ സിലിണ്ടറിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്സിജന് ബ്ലാക്കും അസറ്റിലിന് മെറൂണും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ, ഇവിടെ അസറ്റിലിൻ മെറൂൺ കളറിലാണ്, ഓക്സിജൻ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വരുന്ന ആ ഹോസും അതേ കളേഴ്സ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അസറ്റിലിൻ ഇസ് എ ഫ്യൂൽ ഗ്യാസ് ഫോർ ഗ്യാസ് കട്ടിങ് ആൻഡ് വെൽഡിങ് കമ്പോസ്ഡ് ഓഫ്. അസറ്റിലിൻ്റെ കോമ്പോസിഷനാണ് ഇവിടെ ചോദിച്ചത്. അസറ്റിലിൻ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 7.7% ഓഫ് കാർബൺ ആൻഡ് 92.3% ഓഫ് ഹൈഡ്രജൻ, 92.3% ഓഫ് കാർബൺ ആൻഡ് 7.7% ഓഫ് ഹൈഡ്രജൻ, 100% കാർബൺ, 50% കാർബൺ ആൻഡ് 50% ഹൈഡ്രജൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 92.3% കാർബണും 7.7% ഹൈഡ്രജനും. ഇതിപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ, ഇതിൻ്റെ മുന്നത്തെ വീഡിയോകളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അസറ്റിലിൻ്റെ കമ്പോസിഷൻ ചോദിച്ചിരുന്നു. എന്താണ്? കാർബൺ നൈട്രജൻ ആണോ, കാർബൺ ആർഗൺ ആണോ, കാർബൺ ഹൈഡ്രജൻ ആണോ?
അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ കാർബൺ ഹൈഡ്രജൻ ആണ്. അത് ആ വീഡിയോയിൽ ചോദിച്ചു. ഈ വീഡിയോയിൽ ഇപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 92.3% കാർബണും 7.7% ഹൈഡ്രജനും അടങ്ങിയ ഒരു ഗ്യാസാണ് അസറ്റിലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, in a gas cut plate, the cut shows grooves and have deep drag lines. This is due to tip too close to the cut surface, too much travel speed, less oxygen pressure, smaller size cutting nozzle. അതായത് ഗ്യാസ് കട്ട് ചെയ്തൊരു പ്ലേറ്റിൽ കട്ട് എന്താണ് കാണിക്കുന്നത്? കട്ട് ഷോസ് ഗ്രൂവ്സ് ആൻഡ് ഹാവ് ഡീപ്പ് ഡ്രാഗ് ലൈൻസ്. ഓക്കെ, ഗ്രൂവ്സ് ഉണ്ടാവും, ഡീപ്പ് ഡ്രാഗ് ലൈൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ടിപ്പ് ടു ക്ലോസ് ടു ദി കട്ട് സർഫസ് അല്ലേ. നമുക്കത് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഗ്രൂവ്സ് ആൻഡ് ഹാവ് എ ഡീപ്പ് ഡ്രാഗ് ലൈൻസ്. ഡീപ്പ് വളരെ ആഴത്തിലുള്ള ഡ്രാഗ് ലൈൻസ് വരണമെങ്കിൽ ടിപ്പ് എവിടെയായിരിക്കും? ആ സർഫസിന് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും. അതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ, ടിപ്പ് ടു ക്ലോസ് ടു ദി കട്ട് സർഫസ്. അടുത്തത്, if the blow pipe is moved to and fro frequently while cutting, the curve will be more, be of correct size, be less, not be affected. അപ്പോൾ ബ്ലോ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർഫിന് എന്ത് സംഭവിക്കും? കർഫ് എന്താ സംഭവിക്കുക? കൂടും അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കട്ടിങ്ങിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ കർഫിൻ്റെ എമൗണ്ട് കൂടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതാണ് കർഫ്. ഇത് കർഫ്. അപ്പോൾ ഇത് ബ്ലോ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിച്ച് കഴിഞ്ഞാൽ എന്താവും? ഈ കർഫിൻ്റെ ആ ഒരു വിടുത്ത് കൂടി വരും അല്ലേ. വിടുത്ത് കൂടിയും കുറഞ്ഞൊക്കെ കളിക്കും. അപ്പോൾ അത് കർഫിൻ്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ബ്ലോ പൈപ്പ് കറക്റ്റ് ആ ഒരു ലൈനിൽ കൂടെ തന്നെ ഇങ്ങനെ പാസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കഴിഞ്ഞാൽ കർഫ് കൂടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഈസിയസ്റ്റ് ടു വെൽഡ് ഇസ് ഫ്ലാറ്റ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഓവർഹെഡ്. ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്ന പൊസിഷൻ ഏതാണെന്നാണ് ചോദ്യം. അത് ഫ്ലാറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ പൊസിഷൻസിനെ കുറിച്ച് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഏറ്റവും ഈസി ആയിട്ട് വെൽഡ് ചെയ്യാൻ കഴിയുന്ന പൊസിഷൻ ഏതാണെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിൽ ചോദിച്ചത്. അത് ഫ്ലാറ്റ് പൊസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് പേർപ്പസ് ഇസ് സെർവ്ഡ് ബൈ ഫ്ലെക്സ് ഡ്യൂറിങ് സോൾഡറിങ്? സോൾഡറിങ് ചെയ്യുമ്പോൾ ഫ്ലെക്സിൻ്റെ പേർപ്പസ് എന്താണ്? നമ്മൾ ഇതിൻ്റെ മുന്നേ വെൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ, വെൽഡിങ്ങിൽ ഒരുപാട് നമ്മൾ ഫ്ലെക്സിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനല്ലേ. നമുക്ക് ഫ്ലെക്സ് ബോർഡ് വെൽഡിങ് അല്ലേ, അങ്ങനെ ഫ്ലെക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോദിച്ചത് സോൾഡറിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സോൾഡറിങ്ങിൽ ഫ്ലെക്സിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ക്ലീൻസ് ദ സർഫസ് ടു ബി സോൾഡേർഡ്, ഇറ്റ് ലോവേഴ്സ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ, ഇറ്റ് മേക്സ് ദ ഫ്ലോ ഓഫ് സോൾഡർ ഇൻ ദ ജോയിൻറ്റ് ഈസി, ഇറ്റ് ഡസ് ഓൾ ഓഫ് ദി അബോവ് അല്ലേ. അപ്പോൾ അതിൽ സോൾഡർ ചെയ്യുന്ന സർഫസ് ക്ലീൻ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുകയാണോ, ഈ സോൾഡറിന് ഈസി ആയിട്ട് ജോയിൻറ്റിനുള്ള കൂടെ പോവാണോ, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. സോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലെഡ്, അത് ഉരുക്കിയിട്ട് പോകുമ്പോഴാണ് അതാണ് സോൾഡറായി മാറുന്നത്. അതാണ് സോൾഡർ. അപ്പോൾ ആ സോൾഡറിൻ്റെ ഫ്ലോ ഈസി ആക്കുക, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ കുറയ്ക്കുക. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഫ്ലെക്സ് തന്നെയാണ്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇറ്റ് ഡസ് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സോൾഡറിങ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെൽഡിങ് ഉണ്ടാവും, സോൾഡറിങ് ഉണ്ടാവും, ബ്രേസിങ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഒരു ഭൂരിഭാഗം നിങ്ങളോട് ചോദിക്കുന്നത് വെൽഡിങ്ങിനെ കുറിച്ച് തന്നെയായിരിക്കും. സോൾഡറിങ്ങിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് ബ്രേസിങ്ങിനെ കുറിച്ചും. അപ്പോൾ മുന്നുള്ള വീഡിയോസിലൊക്കെ അതേക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഇതേക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക. മുന്നത്തെ വീഡിയോ കാണാത്തവർ ദയവായിട്ട് മുന്നത്തെ വീഡിയോസ് കാണുക. എന്നാൽ വരെ കറക്റ്റ് ഒരു പാറ്റേണിൽ നമുക്ക് ഈ സീരീസ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ്.